VS അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. കഴിഞ്ഞ മാസം 23-ാം തീയതിയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് VS അച്യുതാനന്ദൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിന് പിന്നാലെ ഇത്രയും ദിവസം ജീവിതത്തോട് പോരാടുകയായിരുന്നു VS അച്യുതാനന്ദൻ. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സ തുടരുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആശുപത്രിയിൽ നിന്ന് സെയ്ഫ് സൈനുലബ്ദീൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സെയ്ഫ്, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ MV ഗോവിന്ദനും ആശുപത്രിക്കകത്തേക്ക് പോയത്. ഇപ്പോൾ അവിടെ ഡോക്ടർമാരുമായി ബന്ധുക്കളുമൊക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? ദിവ്യ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അല്പസമയം മുമ്പാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നത്. VSന്റെ നില അതീവ ഗുരുതരമായി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തുടരുകയാണ്. 2019 അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് ഉണ്ടാവുകയും അദ്ദേഹം ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം വിശ്രമ ജീവിതത്തിലായിരുന്നു. VSന് പിന്നെ പുറം ലോകം ഇതുവരെ കണ്ടിട്ടില്ല. VSന്റെ മക്കൾ എന്നതിനപ്പുറത്തേക്ക്, VSന്റെ ബന്ധുക്കൾ എന്നതിനപ്പുറത്തേക്ക്, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നേതാക്കൾ എന്നതിനപ്പുറത്തേക്ക് VSന്റെ പുറം ലോകം പിന്നീട് കണ്ടിട്ടില്ല. അദ്ദേഹം പക്ഷേ കഴിഞ്ഞ 6 വർഷം സർവൈവ് ചെയ്ത് വരികയായിരുന്നു. കഴിഞ്ഞ 23-ാം തീയതി അദ്ദേഹത്തിന് പെട്ടെന്നൊരു സ്ട്രോക്ക് ഉണ്ടാകുന്നു. സ്ട്രോക്ക് ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില പല ഘട്ടങ്ങളിൽ വഷളായിട്ടുണ്ട്. പക്ഷേ വഷളായ സമയങ്ങളിലൊന്നും അദ്ദേഹം അതിനകത്ത് സർവൈവ് ചെയ്ത് വരാതിരുന്നിട്ടില്ല. അദ്ദേഹം സർവൈവ് ചെയ്ത് തിരികെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് VSുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ VS ഒരു പോരാളിയാണ്, ജീവിതത്തോട് ഫൈറ്റ് ചെയ്യുന്ന, ജീവിതം തന്നെ ഒരു പോരാട്ടമായി കണ്ട ആളാണ് VS. ആ VS ജീവിതത്തോട് ഫൈറ്റ് ചെയ്ത് തിരികെ വരുന്ന കാഴ്ച കഴിഞ്ഞ ഏതാണ്ട് ഒരു 1.5 മാസക്കാലമായിട്ട് കാണുന്നുണ്ട്. 6 വർഷം കണ്ടതാണ്, പണ്ടും കണ്ടിട്ടുള്ളതാണ്. VS മരിച്ചു എന്ന് കരുതി കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹം ഇപ്പോഴും SIT ആശുപത്രിയിലാണ് ചികിത്സയിൽ തുടരുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അവിടെ ഇപ്പോൾ ആശുപത്രിയിലെത്തിയിരിക്കുന്നത്. അവിടെ ബന്ധുക്കളുമായും അതുപോലെ തന്നെ ഡോക്ടർമാരുമായും ഇരുവരും സംസാരിക്കുകയാണെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിന് പിന്നാലെ ഇത്രയും ദിവസം അദ്ദേഹത്തിന്റെ ചികിത്സ തുടരുകയായിരുന്നു. അദ്ദേഹത്തെ സാധാരണ ആരോഗ്യ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമമായിരുന്നു അവിടെ ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വലിയ പുരോഗതി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം മറ്റ് മുതിർന്ന നേതാക്കളും ആശുപത്രിയിലെത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സെയ്ഫ് സൈനുലബ്ദീൻ തുടരുന്നുണ്ട്. സൈഫ, ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളും ഒക്കെ അവിടെയുണ്ട്. മറ്റാരൊക്കെയുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം ആശുപത്രി? മുഖ്യമന്ത്രി മറ്റ് നേതാക്കളുമെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയമാണ് മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളും എല്ലാം എത്തിച്ചേർന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, CPMന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ആശുപത്രി പരിസരത്ത് ഉണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും VSന്റെ ആരോഗ്യനില വഷളായതുകൊണ്ട് VSനെ കാണാൻ വന്നവരാണ്. നേരത്തെയും മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ VSനെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹം അതിനുശേഷമാണ് ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് പോവുകയും പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയും ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തുകയും ചെയ്തത്. MV ഗോവിന്ദൻ മിക്ക ദിവസങ്ങളിൽ ആശുപത്രിയിലെത്തി തിരുവനന്തപുരത്തുള്ള മിക്ക ദിവസവും VSനെ ആശുപത്രിയിലെത്തി കാണുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. പാർട്ടി കൃത്യമായി തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ ഇപ്പോൾ SUT ആശുപത്രിയിലെ ഡോക്ടർമാർ എന്നതിനപ്പുറത്തേക്ക് VSന്റെ ആരോഗ്യനില പരിശോധിക്കാൻ വേണ്ടി വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം, ഒരു 7 പേരടങ്ങുന്ന വിവിധ വകുപ്പുകളിൽപ്പെടുന്ന ഡോക്ടർമാരുടെ ഒരു സംഘത്തെ പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്. അവർ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ആ പരിശോധന ഇപ്പോഴും നടന്ന് വരികയായിരുന്നു. VSന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൃത്യമായ റിപ്പോർട്ട് കൃത്യസമയത്ത് തന്നെ നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ റിപ്പോർട്ട് നൽകി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ വിശകലനം സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ അത് പാർട്ടിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ പാർട്ടി അത് കൃത്യമായി തന്നെ വിശകലനം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ച കഴിഞ്ഞതോടുകൂടി VSന്റെ ആരോഗ്യനിലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അറിയിപ്പ്, അത്
പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്കും മുഖ്യമന്ത്രിക്ക് മുന്നിലേക്കും ആരോഗ്യവകുപ്പ് നൽകുന്നു. അങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടത്തേക്ക് VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നത്. പാർട്ടി സെക്രട്ടറിയും കൂടെ ഒരുമിച്ച് വന്നു. പാർട്ടി സെക്രട്ടറിയും വന്നു. ഇപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ എം പി ജയരാജൻ എത്തിച്ചേരുന്നുണ്ട്. CPM-ൻ്റെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ എം പി ജയരാജൻ എത്തിച്ചേരുന്ന ദൃശ്യമാണ്. എം പി ജയരാജൻ, അതുപോലെ തന്നെ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ, KS അലീഖ, കേന്ദ്ര കമ്മിറ്റി അംഗം KS അലീഖ അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അവരെത്തിച്ചേരുന്നുണ്ട്. VS ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ VS ഒരു പോരാളി ആയതുകൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും എത്തിച്ചേരുന്നത്. പക്ഷേ ആശുപത്രിയിലേക്ക് ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് എന്താണ് പറയുന്നത്? മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ്. ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു. ആ ആരോഗ്യനിലയിൽ ഒരു മാറ്റമില്ല എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമായിട്ട് VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയെ തുടരുന്നു. ഒരു കാര്യം കൂടി പറയാം ദിവ്യ, VS അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമാണ് ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതീവ ഗുരുതരമായ അവസ്ഥയിലുണ്ടായിരുന്നു VS. ഇപ്പോഴല്ല, പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആ അതീവ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് VS പല ഘട്ടങ്ങളിലും പുറത്തേക്ക് വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആ അതീവ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് VS അച്യുതാനന്ദൻ വരും എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ VS-മായി ബന്ധപ്പെട്ട VS-മായി അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാരെല്ലാവരും ഉള്ളത്. നമ്മൾ ആരോടെങ്കിലും അതിനെക്കുറിച്ച് പ്രതികരണം ചോദിക്കാത്തത് കാരണം VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില പല ഘട്ടങ്ങളിലും ഗുരുതരമായപ്പോഴും എല്ലാം ഇവരെല്ലാം ആശുപത്രിയുടെ ഈ വശത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് VS അച്യുതാനന്ദൻ തിരികെ വരുന്നു എന്ന് കാത്ത് ഇരിക്കുന്ന കുറേ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 7-10 മനുഷ്യന്മാർ VS-ന്റെ കൂടെ ഉണ്ടായിരുന്ന, VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കുറേ മനുഷ്യർ ഇപ്പോഴും ഇവിടെയെല്ലാം ഉണ്ട്. അവർ VS തിരിച്ചു വരുമെന്ന് കാത്ത് നിൽക്കുന്ന മനുഷ്യരാണ്. അങ്ങനെ VS തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും ഉള്ളത്. അതിനകത്ത് ഒരു മാറ്റവുമില്ല എന്ന് തോന്നുന്നു. അവരെല്ലാവരും വൈകാരികമായിട്ടാണ് VS-ന്റെ ആരോഗ്യനിലയെ കണ്ടത്. സ്വാഭാവികമായിട്ട് ആ വൈകാരികത ഇപ്പോഴും ഉണ്ട്. ഇനി ആരോഗ്യനില എന്താണ് എന്നുള്ളത് അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ വരണം. അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് പാർട്ടി വിശദീകരിക്കണം. അതുവരെ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്, അകത്തെന്താണ് സംഭവിക്കുന്നത് എന്നറിയത്തില്ല. ഇന്നലെ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിന് അപ്പുറത്തേക്ക് നമുക്ക് VS-ന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അറിയില്ല. VS-ന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഇന്നലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് VS-ന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ VS-ന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയല്ല, അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് വേണം പറയാൻ. ദിവ്യ, അതായത് സെയ്ഫ് കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നിപ്പോൾ 21-ആയി. ഏതാണ്ട് ഒരു മാസമാകുന്നു അദ്ദേഹം ആശുപത്രിയിൽ കഴിയാൻ തുടങ്ങിയിട്ട്. അവിടെ പ്രവേശിപ്പിച്ചത് മുതൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടി തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ചികിത്സയൊക്കെ? അതെ, VS-ന്റെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് VS അച്യുതാനന്ദൻ ഇപ്പോഴും കഴിയുന്നത്. അത് 23-ാം തീയതി ആശുപത്രി പ്രവേശിപ്പിച്ച സമയം മുതൽ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതുമായി ബന്ധപ്പെട്ട് തന്നെയാണുള്ളത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തി പോയിരുന്നത്. അതിനപ്പുറത്തേക്ക് VS സ്വന്തമായി സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും കുറച്ചൊക്കെ അതിനകത്ത് വിജയിക്കുകയും ചെയ്തു എന്ന് ആശുപത്രി അധികൃതർ പറയുകയും ചെയ്തു. സ്വന്തമായി ശ്വസിക്കാൻ വേണ്ടി VS ശ്രമിച്ചിരുന്നു എന്ന് നമ്മൾ കേട്ടിരുന്നു. അവർ മെഡിക്കൽ ബുള്ളറ്റിൽ കേട്ടിരുന്നു. മകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോഴും VS പൂർണ്ണതോതിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തിൽ നിന്ന് പുറത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. VS അങ്ങനെ പൂർണ്ണമായിട്ടും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ VS സ്വന്തമായി സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ചില ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സ്ട്രോക്കോ അങ്ങനെ എന്തെങ്കിലും ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അധിക നാൾ ഒരാൾ സർവൈവ് ചെയ്യാറില്ല എന്നാണ് ചില ഡോക്ടർമാർ, ഞാൻ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ ചില ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ 2019 ശേഷം VS ഏതാണ്ട് ഒരു 6 വർഷക്കാലം VS-ന് പുറം ലോകം അങ്ങനെ കണ്ടിട്ടില്ല എങ്കിൽ VS സർവൈവ് ചെയ്യായിരുന്നു. VS സ്വന്തം ജീവിതത്തോടു കൂടി ആൾക്കാർക്ക് വേണ്ടി എങ്ങനെയാണോ പോരടിച്ചത് അതുപോലെ തന്നെ VS സ്വന്തം ജീവിതത്തോടു കൂടി പോരടിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു VS-നെയാണ് നമ്മൾ കണ്ടിരുന്നത്. അതേ പോരാളിയായ VS തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ VS-ന്റെ ആരോഗ്യനിലയിൽ കുറച്ച് വഷളായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്.
അതിനപ്പുറത്തേക്ക് എന്താണ് കൃത്യമായ അവസ്ഥ, VSന്റെ ആരോഗ്യനിലയിലെ കൃത്യമായ അവസ്ഥ എന്താണ് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ വിശദീകരിക്കും. അത് പാർട്ടിയായിട്ട് വിശദീകരിക്കും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെയുണ്ട്, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെയുണ്ട്, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇവിടെയുണ്ട്, LDF കൺവീനർ TP രാമകൃഷ്ണനുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനുണ്ട്, KS സലീഖ ഉണ്ട്. അങ്ങനെ CPMവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇതിനോടകം തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.